മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 മെയ് 8 വെള്ളി. ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പ് പ്രതിയോഗികൾ പോലും ആഗ്രഹിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കൂട്ടായ്മകളും ഇടത് സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്ന വിമർശനം ആ ആഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അതൊരു ഉൾപാർട്ടി വിമർശനമായിരുന്നുവെങ്കിൽ പിന്നീട് പൊതുസമൂഹം തന്നെ വിമർശനം ഏറ്റെടുത്തുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. തെറ്റുതിരുത്തിയാൽ തിരിച്ചു വരാവുന്നതേയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണങ്ങൾ പഠിച്ച് തിരിച്ചു വരുമെന്നാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത്. പാർട്ടി പ്രവർത്തകരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമൊക്കെ പ്രതികരണങ്ങൾ ആരായാൻ പാർട്ടി തലത്തിൽ വിപുലമായ നീക്കങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പരാജയം അപ്രതീക്ഷിതമായിരുന്നുവെന്നും എത്ര കയ്പുള്ളതായാലും അണികൾക്ക് പറയാനുള്ളത് കേൾക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രവർത്തകർക്ക് നിർഭയമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേദിയൊരുക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രസ്താവിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 3 ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം പിണറായി വിജയൻ ആദ്യമായി പൊതുപ്രസ്താവന പുറപ്പെടുവിച്ചപ്പോഴും ജനാധിപത്യപരമായ തുറന്ന പരിശോധനയുണ്ടാകുമെന്നാണ് പറഞ്ഞത്. തിരുത്തിനുള്ള സന്നദ്ധത CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രകടിപ്പിച്ചു. 10 വർഷത്തെ ഭരണത്തെക്കുറിച്ചും അക്കാലയളവിലെ ഇടതുമുന്നണി പ്രവർത്തനങ്ങളെക്കുറിച്ചും കാര്യമായൊരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണെന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നാണ് ഈ പ്രതികരണങ്ങൾ അത്രയും സൂചിപ്പിക്കുന്നത്. ഫലം വന്നയുടൻ നേതൃത്വത്തിലെ ചിലർ നടത്തിയ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നില്ല. ഉദാസീനവും അരാഷ്ട്രീയവുമായ ചിന്ത വോട്ടർമാരെ സ്വാധീനിച്ചതിനാലുള്ള അനർഹമായ പരാജയമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് വിലയിരുത്തിയത്. MM മാണി ഉൾപ്പെടെയുള്ള ചില നേതാക്കളും വോട്ടർമാരുടെ നന്ദികേട് എടുത്തുകാട്ടി പരാജയ കാരണങ്ങളിലേക്ക് പോകാൻ വിസമ്മതിച്ചപ്പോഴാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്ന തിരിച്ചറിവിലേക്ക് CPMഉം ഇടതുമുന്നണിയും എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പാനന്തരം ഒന്നാമത്തെ തിരുത്ത് എന്ന നിലയിൽ ഈ നിലപാട് സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പ് പ്രതിയോഗികൾ പോലും ആഗ്രഹിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവയുടെ കൂട്ടായ്മകളും ഇടത് സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതെന്ന വിമർശനം ആ ആഗ്രഹത്തിൻ്റെ ഭാഗമാണ്. തുടക്കത്തിൽ അതൊരു ഉൾപാർട്ടി വിമർശനമായിരുന്നുവെങ്കിൽ പിന്നീട് ഭരണവൈകല്യങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുസമൂഹം തന്നെ ഈ വിമർശനം ഏറ്റെടുത്തു. CPM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ നയിച്ച സർക്കാരിൻ്റെ പല നയങ്ങളും ജനകീയ ബദൽ എന്ന ഇടത് സംസ്കാരത്തെ വെല്ലുവിളിച്ച് മുതലാളിത്ത വികസന നയങ്ങളിലേക്ക് വ്യതിചലിച്ചപ്പോൾ ഇത്തരം വിമർശനങ്ങൾ അതിരൂക്ഷമായി തന്നെ ഉയർന്നു. എന്നാൽ ആ സന്ദർഭങ്ങളിലൊന്നും ജനങ്ങളെ കേൾക്കാൻ സർക്കാരും പാർട്ടിയും തയ്യാറായില്ല. പകരം വിമർശനങ്ങൾ ഉയർത്തിയ വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും മാധ്യമങ്ങൾക്കുമെതിരെ സമാനതകളില്ലാത്ത ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച് പ്രതിരോധം തീർക്കുകയായിരുന്നു. പാർട്ടി അടിമത്വവും പിണറായി വിജയൻ എന്ന നേതാവിനോടുള്ള ആരാധനയും മൂത്ത് നേതൃത്വവും അണികളുമെല്ലാം ഈ സിദ്ധാന്തങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരണം നൽകി പാർട്ടിക്ക് രക്ഷാകവചമൊരുക്കിയപ്പോൾ ജനവികാരം സമ്പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. പാർലമെൻറ്റ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ ജനം മുന്നറിയിപ്പ് നൽകിയപ്പോഴും പാർട്ടിയും നേതൃത്വവും അവഗണിച്ചു. ഒടുവിൽ വൻ പതനമാണ് CPMനും ഇടതുമുന്നണിക്കും ഉണ്ടായത്. രാജ്യസഭയിലേക്ക് സ്വന്തമായി ഒരാളെ അയക്കാനുള്ള ശക്തി പോലും ഇടതുമുന്നണിക്ക് നഷ്ടമായിരിക്കുകയാണ്. ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എങ്ങനെ നിപതിച്ചുവെന്ന് അവർ എത്രയും വേഗത്തിൽ ആലോചിക്കട്ടെ. നയപരവും ഭരണപരവും സംഘടനാപരവുമായ വീഴ്ചകൾ CPMനും ഇടതുമുന്നണിക്കും സംഭവിച്ചുവെന്ന് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ അവസാന 5 വർഷങ്ങൾ വിലയിരുത്തുന്ന ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇടതുമുന്നണിയുടെ അടിസ്ഥാന നയങ്ങളെപ്പോലും വെല്ലുവിളിച്ചുള്ള PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതടക്കം ഒട്ടേറെ നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. CPMൻ്റെ ദേശീയ നേതൃത്വത്തിനും ഘടകകക്ഷികൾക്കുമെല്ലാം തങ്ങളുടെ നിസ്സഹായാവസ്ഥ ആ നിമിഷങ്ങളിൽ പ്രകടിപ്പിക്കേണ്ടി വന്നു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീ ഉൾപ്പെടെ കൂട്ടിയതും ലൈഫ് പദ്ധതി ഏതാണ്ട് നിശ്ചലാവസ്ഥയിലായതും PSC നിയമനങ്ങൾക്ക് വേഗക്കുറവുണ്ടായതും ആരോഗ്യവകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഉയർന്നു കേട്ട വിമർശനങ്ങളുമെല്ലാം ഭരണപരമായ വീഴ്ചകൾ തന്നെയായിരുന്നു. കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കും വിധത്തിലെ വിദ്വേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഒപ്പം നടത്തിയത് മതനിരപേക്ഷ സമൂഹത്തെ ഒന്നടങ്കം നടുക്കി. ഇവയെല്ലാം യഥാസമയം വിമർശിക്കപ്പെട്ടുവെങ്കിലും അവയൊന്നും പരിഗണിക്കപ്പെട്ടില്ല. സ്വാഭാവികമായും അതൊരു ഭരണവിരുദ്ധ വികാരമായി പരിണമിച്ചു. നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിലും സമാനമായ വികാരമുണ്ടായിരുന്നുവെന്നാണ് വിമതരുടെ തെരഞ്ഞെടുപ്പ് വിജയവും പിണറായിയുടെ മണ്ഡലമായ ധർമ്മടത്തെ വോട്ടിംഗ് പാറ്റേണും വ്യക്തമാക്കുന്നത്. അവയെല്ലാം ചേർന്ന് വന്നപ്പോഴാണ് സഭയിലെ ആളെണ്ണം 35-ലൊതുങ്ങിയത്. ചരിത്രത്തിൽ ഇടതുപക്ഷം മുമ്പും പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പരാജയം ഒന്നിൻ്റെയും അവസാനമല്ലെന്ന് തന്നെ പറയാം. നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇനിയും സക്രിയമായ ഒരു ഇടതുപക്ഷം അനിവാര്യമാണെന്നിരിക്കെ
CPM-നും ഇടതുമുന്നണിക്കും ഇടതു മൂല്യങ്ങൾ വീണ്ടെടുത്താൽ ഇനിയും ഒരു തിരിച്ചുവരവ് ആകാവുന്നതേയുള്ളൂ. മാധ്യമം പോഡ്കാസ്റ്റ്.